അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാമ്പത്യം ഭാഗം 25. തന്റെ പ്രിയതമയെ ആർത്തിയോടെ എത്തി നോക്കിയ അപരിചിതയായ അരയന്നത്തെ കൊത്തിയോടിക്കുകയും തന്റെ സ്വന്തം പ്രിയതമയെ കൊത്തി രക്തം ചീറ്റുകയും ചെയ്ത അരയന്നത്തിന്റെ കഥ നാം മുമ്പ് വായിച്ചതോർക്കുക. അതേ ആ പിടയരയന്നം അതാണ് ഇവിടെ അമ്മായിയമ്മയായി പ്രത്യക്ഷപ്പെടുന്നത്. എന്റെ സ്വന്തം കാലുകൾ മലമൂത്ര വിസർജനത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത, മുല കൊടുത്തും ഉറക്കമൊഴിച്ചും കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ പുന്നാര മോനെ ഇതാ എന്നെക്കാൾ സ്നേഹിക്കപ്പെടുന്ന, ആശ്രയിക്കപ്പെടുന്ന ഒരു സ്ത്രീ അവനെ കൊണ്ടുപോകുന്നു. അവന്റെ സ്നേഹം മുഴുവൻ അവൾ വാറ്റിയെടുക്കുന്നു, ഊറ്റിക്കുടിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട അരുമ സന്താനത്തെ ഇതാ അവൾ കരവലയത്തിൽ ഒതുക്കിയിരിക്കുന്നു. ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാൽ ആ അരയന്നത്തെക്കാൾ ഈർഷ്യത അമ്മായിയമ്മക്കുണ്ട്. സ്വന്തം മകന്റെ പേരിലുള്ള ഉടമാവകാശ ബോധമാണ് ഈ മനോഭാവത്തിന്റെ അടിസ്ഥാനം. മനുഷ്യൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ഉടമാവകാശ ബോധം അവനിൽ നാമ്പെടുക്കുന്നു. എന്റെ ഉപ്പ, എന്റെ അമ്മ, എന്റെ ബുക്ക്, എന്റെ പെട്ടി, എന്റെ വീട് എന്നൊക്കെ കുട്ടികൾ അഭിമാനപൂർവ്വം അവകാശപ്പെടാറുണ്ട്. ആരെങ്കിലും അവന്റെ പിതാവിനെ ഒന്ന് തൊട്ടാൽ, മാതാവിനെ ഒന്ന് പിടിച്ചാൽ, അവന്റെ കളിക്കോപ്പ് തന്റേതാണെന്ന് പറഞ്ഞാൽ അവൻ കെറുവിക്കുന്നതും ബഹളം വെക്കുന്നതും കാണാം. സ്വന്തം കാമുകിയെ പോലുള്ള ഭാര്യയെ ആരെങ്കിലും നോക്കിയാൽ, അവളെ ഒന്ന് തൊട്ടുരുമിയാൽ കാമുകന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവം മാറും. നോക്കിയവനും നോക്കപ്പെടുന്നവൾക്കും ശിക്ഷ കിട്ടും. അരയന്ന പിടയെപ്പോലെ രണ്ടിനെയും ആക്രമിക്കും. ഇതെല്ലാം ഈ ഉടമാവകാശ ബോധത്തിന്റെ ബഹിർപ്രകടനമാണ്. ഇതുപോലെ ഏറെ നാൾ തന്റേതായി കൊണ്ടു നടന്ന പുന്നാരമോനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മരുമകളോടും അവൾക്ക് കൂട്ടുനിൽക്കുന്ന മകനോടും അവരുടെ മക്കളോടും ഈ വിരോധവും കെറുവും സ്വാഭാവികം മാത്രം. അതിതീഷ്ണമായ ഈ ഉടമാവകാശ ബോധമാണ് വില്ലനായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ അമ്മായിയമ്മ പോര് കുടുംബത്തിലാകപ്പെടരുന്ന അഗ്നിഗോളമായി തീരാറുണ്ട്. മരുമകളോടുള്ള കടുത്ത പക കാരണം അവൾക്കും അമ്മോശനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് അമ്മായിയമ്മ ആരോപിച്ചേക്കാം. അല്ലെങ്കിൽ മകൻ തനിക്ക് ഭക്ഷണമോ വസ്ത്രമോ വാങ്ങിത്തരാതെ പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞേക്കാം. മരുമകളുടെ മക്കളായ സ്വന്തം പേരക്കുട്ടികളും ശിക്ഷക്കും പീഡനത്തിനും ഇരയായേക്കാം. ബുദ്ധിമാന്മാരായ അമ്മോശനും മകനും ഇതിൽ നിന്നെല്ലാം ഇലക്കും മുള്ളിനും കേടുവരാതെ രക്ഷപ്പെട്ടേക്കും. മറ്റു ചിലപ്പോൾ കുടുംബത്തെയാകെ ഇത് തകർത്ത് തരിപ്പണമാക്കിയേക്കാം. പണ്ടുകാലത്ത് ഈ അമ്മായിയമ്മ പോരിന് അംഗീകാരം നൽകപ്പെട്ടിരുന്നു. അനുഭവ സമ്പന്നയായ അമ്മായിയമ്മ കൽപ്പിക്കുന്നതെല്ലാം വളരെ താഴ്മയോടെ അനുസരിക്കണം എന്ന ഒരു അലിഖിത നിയമം അന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മരുമകൾ പെരുമാറുന്നത് കൊണ്ട് ഏറെ പൊട്ടിത്തെറികൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നു. എല്ലാം നിശബ്ദം സഹിച്ചിരുന്ന മരുമകളുടെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിച്ചിരുന്നുവെങ്കിലും പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. അതിന് നിർവാഹവുമില്ലായിരുന്നു. ഇന്ന് സ്ഥിതി ആകെ മാറി. അമ്മായിയമ്മ ഒന്ന് പറഞ്ഞാൽ മരുമകൾ രണ്ടങ്ങോട്ട് പറയും. അമ്മായിയമ്മ ഒരു പ്രതികാരം ചെയ്താൽ മരുമകൾ ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കും. ഇവിടെയെല്ലാം പാവം ഭർത്താവും മറ്റു കുടുംബാംഗങ്ങളും നിർനിമേഷരായി നോക്കി നിൽക്കേണ്ടി വരും. കുടുംബത്തിനെ കലക്കുന്ന ഈ പ്രശ്നത്തിന് മനഃശാസ്ത്രജ്ഞന്മാർക്കോ മറ്റോ ഒരു പരിഹാരവും നിർദ്ദേശിക്കാനില്ല. അസൂയയുടെ മറ്റൊരു പതിപ്പായ ഈ ഉടമാവകാശബോധം മനുഷ്യ മനസ്സിലുള്ള കാലത്തോളം ഇത് തുടരുക തന്നെ ചെയ്യും എന്നാണ് അഭിജ്ഞമതം. അതിനാൽ ഇതിന്റെ തീക്ഷ്ണത കുറക്കാനും അഗ്നിജ്വാലയായി സംഹരിക്കാതിരിക്കാനും ചില തന്ത്രങ്ങൾ കണ്ടെത്താവുന്നതാണ്. അമ്മായിയമ്മയുടെ കെറുവ് കുറക്കാൻ മരുമകൾ ദാസിയാവണം, അനുസരണയുള്ള അടിമയാവണം. എന്നെ മറികടന്ന് മകനെ പ്രാപിക്കില്ല എന്ന് അമ്മായിയമ്മയെ ബോധ്യപ്പെടുത്തണം. ഏറെ പ്രയാസമുണ്ടെങ്കിലും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈർഷ്യത മൂടിവെച്ച് ധാർഷ്ട്യം ഒഴിവാക്കി പെരുമാറണം. എങ്കിൽ തീപ്പൊരിയും അഗ്നിജ്വാലയും ആളിപ്പടരാതെ നോക്കാം. കുഞ്ഞായി മുസ്ലിയാരുടെ ചിലവ് വീട്ടുകാരുടെ തന്ത്രവും പ്രയോഗിച്ചു നോക്കാം. അത് എന്താണ് എന്നറിയണോ? കുഞ്ഞായി മുസ്ലിയാരുടെയും മങ്ങാട്ടച്ചന്റെയും കഥ പ്രസിദ്ധമാണല്ലോ. ഇവർ രണ്ടുപേരും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാണ്. രണ്ടുപേരും ബുദ്ധിമാന്മാരുമാണ്. കുഞ്ഞാൻ മുസ്ലിയാർ ചെറുപ്പത്തിൽ തന്നെ വലിയ കുസൃതിക്കാരനായിരുന്നു. പൊന്നാനിപ്പള്ളിയിൽ ഓതിപ്പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാർക്ക്
ഇദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമുള്ള കുസൃതിക്ക് മുമ്പിൽ ചിലപ്പോഴെല്ലാം മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദിവസം ചെലവ് വീട്ടുകാരൻ വീട്ടുകാരിയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് നമ്മുടെ മുസ്ലിയാരുട്ടി അഥവാ കുഞ്ഞായൻ മുസ്ലിയാരെ ഒന്ന് പറ്റിക്കണം. ഞാനൊരു കാര്യം പറയാം. കുഞ്ഞായൻ മുസ്ലിയാർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ മുറത്തിലിട്ട് അരി ചേറിക്കൊണ്ടിരിക്കണം. ചോറ് വെക്കാൻ താമസിച്ചു എന്ന് പറയണം. അപ്പോൾ ഞാൻ വന്ന് താമസിച്ചതിന്റെ പേരിൽ തന്നെ വഴക്ക് പറയും, അടിക്കും. നീ മുറവും അരിയും വലിച്ചെറിഞ്ഞ് പിണങ്ങിപ്പോകണം. കുഞ്ഞായിയോട് ഇന്ന് ചോറില്ല എന്ന് പറയണം. മുസ്ലിയാരുട്ടി എന്താ ചെയ്യുക എന്ന് നമുക്ക് നോക്കാലോ. ഭാര്യ പറഞ്ഞതുപോലെ റെഡിയായി. കുഞ്ഞായൻ മുസ്ലിയാരുടെ പാനൂസ് അഥവാ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കുന്നത് ഇതിന്റെ 4 പുറവും കണ്ണാടി ചിലയിലായിരിക്കും. അങ്ങനെ ഈ കുഞ്ഞായൻ മുസ്ലിയാരുടെ പാനൂസ് ദൂരെ നിന്നും കണ്ടപ്പോൾ ഭാര്യ മുറമെടുത്ത് അരി ചേരാൻ തുടങ്ങി. മുസ്ലിയാരുട്ടിയെ, ഇന്ന് ചോറ് വെക്കാൻ വൈകി, കുറച്ച് കാത്തിരിക്കാം എന്നവൾ പറയേണ്ട താമസം വീട്ടുകാരൻ അകത്തേക്ക് ചെന്ന് ശകാരവും ഭയങ്കരമായ അടിയും. മുറം വലിച്ചെറിഞ്ഞ ഭാര്യ അകത്ത് കട്ടിലിൽ പോയി മോങ്ങാൻ തുടങ്ങി. ചെലവ് വീട്ടുകാരൻ പുറത്തു വന്നു മുസ്ലിയാരുട്ടിയോട് പറഞ്ഞു, ഇനി ചോറ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്കും പട്ടിണി തന്നെയാണ്. നിങ്ങൾ വേഗം പൊയ്ക്കോളിയും. ഉസ്താദിന്റെ ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാമല്ലോ. എന്തു ചെയ്യാം, കഷ്ടമായിപ്പോയി. ഇത് പറഞ്ഞപ്പോൾ മുസ്ലിയാരുട്ടി പാനൂസ് എടുത്തു പോയി. കുഞ്ഞായൻ പോയപ്പോൾ രണ്ടുപേരും മുസ്ലിയാരുട്ടിയെ പറ്റിച്ചതിൽ ആഹ്ലാദിച്ചു. ഭർത്താവ് പറഞ്ഞു, എടി, നിനക്ക് വേദനയായോ? ഞാൻ ശബ്ദമുണ്ടാക്കാൻ വേണ്ടി കൈപ്പത്തി കൂർപ്പിച്ചാണ് നിന്നെ തല്ലിയത്. അല്ല, 1 മണി പോലും അരി പോകാതെ മുറം വലിച്ചെറിഞ്ഞത് നിങ്ങൾ കണ്ടോ? അപ്പോൾ മുസ്ലിയാരുട്ടി അവരുടെ വീടിന്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, അപ്പോ കുഞ്ഞായൻ ഇവിടെ ഒളിച്ചിരിക്കുന്നതും നിങ്ങൾ കണ്ടില്ലേ? കുഞ്ഞായൻ മുസ്ലിയാർ എന്ന മുസ്ലിയാരുട്ടിയുടെ ബുദ്ധിക്ക് മുന്നിൽ ആ ചെലവ് വീട്ടുകാർ ഒരിക്കൽ കൂടി തോറ്റുപോയി. ഈ പറ്റിക്കൽ സന്തോഷത്തിൽ പങ്കുകൊണ്ട് കുടുംബനാഥനോടൊപ്പം ഭക്ഷണം കഴിച്ചു. കുഞ്ഞായൻ മുസ്ലിയാർ തന്റെ പാനൂസ് എടുത്ത് മതം പഠിക്കാൻ പള്ളിയിലേക്ക് പോകുന്നത് ആ കുടുംബം ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു. ഇതുപോലെയുള്ള ചില തന്ത്രങ്ങളും മറ്റും ദമ്പതികൾ അഭിനയിക്കേണ്ടി വരും. എങ്കിൽ അമ്മായിയമ്മ പോരിന്റെ തീക്ഷ്ണത കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കുഞ്ഞായൻ മുസ്ലിയാർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം.